ഈ ലഹരി എന്ന് പൊതുവെ പറഞ്ഞാൽ യഥാർത്ഥ പ്രശ്നമാവില്ല. പൊതുവിൽ ലഹരി എന്ന് പറഞ്ഞതുകൊണ്ടായില്ല. വെല്ലുവിളി ഭീഷണമായിട്ടുള്ളൊരു യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുള്ളത് രാസലഹരികൾ ഉയർത്തുന്നതാണ്. അതിന് പ്രത്യേകമായിട്ട് തന്നെ കാണണം. കേരളം ഇന്ന് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ചലഞ്ചസിൽ ഒരെണ്ണമാണ് ഈ സബ്സ്റ്റൻസ് അബ്യൂസ് വരുന്നത്. ഡ്രഗ്സിൻ്റെ പ്രത്യേകിച്ചും ഈ രാസലഹരി വല്ലാതെ കൂടുന്നത്. അത് എന്താണ്, നമ്മൾ അതിൻ്റെ ഒരു സോഴ്സ് എങ്ങനെയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഒരു ആക്ഷൻ പ്ലാനാണ് ഉദ്ദേശിക്കുന്നത്? വളരെ ഇലാബറേറ്റ് ആയിട്ട് അസംബ്ലിയിൽ കഴിഞ്ഞ ദിവസം താങ്കൾ പറഞ്ഞു. സോഴ്സ് വളരെ ഒന്നാമത് ഇത് ഇൻ്റർനാഷണൽ ആയിട്ടുള്ളൊരു ശൃംഖലയാണ്. ഇന്ത്യയിലേക്ക് വരുന്നത് പ്രധാനമായിട്ടും തുറമുഖങ്ങൾ വഴിയാണ്, പുറത്തുനിന്നാണ് വരുന്നത്. മുന്ദ്ര, മുംബൈ ഇതൊക്കെയാണ് പ്രധാന സോഴ്സ്. കൊൽക്കത്ത, വിശാഖപട്ടണം എല്ലാം നടത്തുന്നുണ്ട്. ഇപ്പോൾ പുറത്തുനിന്നാണ് വരുന്നത്. അത് നിയന്ത്രിക്കേണ്ടത് പ്രധാനമായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റാണ്. ഇപ്പോൾ 2024 25,000 കോടിയുടെ മയക്കുമരുന്ന് ഇന്ത്യയിൽ നിന്ന് പിടിച്ചു എന്നാണ് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ തന്നെ ഔദ്യോഗിക പത്രക്കുറിപ്പാണ്. ഫെബ്രുവരി 10 പത്രക്കുറിപ്പ്. 25,000 കോടിയുടെ മയക്കുമരുന്ന് പിടിച്ചപ്പോൾ കേരളത്തിൽ നിന്ന് പിടിച്ചത് 100 കോടിയിൽ താഴെയാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ആളെ അറസ്റ്റ് ചെയ്തത് നമ്മളാണ്. ഏറ്റവും കൂടുതൽ കേസെടുക്കുന്നത് നമ്മളാണ്. നമ്മുടെ എൻഫോഴ്സ്മെൻറ്റ് അത്രയും ശക്തമാണ് എന്നതാണ്. ഇതിൻ്റെ ഉറവിടവും ഉത്ഭവവും കേരളത്തിലെ ഏജൻസികൾക്ക് മാത്രം കണ്ടെത്താൻ പറ്റുന്നത്. കാരണം ഇവിടെയല്ല. ഇപ്പം നമ്മൾ പക്ഷെ പരിശോധിച്ചിട്ടുണ്ട്. രാസലഹരി പ്രധാനമായിട്ടും വരുന്നത് ബാംഗ്ലൂർ, ഗോവ ഈ കേന്ദ്രങ്ങളിൽ നിന്നാണ് ഇത് വരുന്നത്. നമുക്കിവിടെ തടയാനേ പറ്റൂ. അപ്പം അതിനുള്ള നടപടികളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്. എക്സൈസ് ചെക്ക് പോസ്റ്റുകളിലെല്ലാം CCTV ക്യാമറ ലഭ്യമാക്കിയിട്ടുണ്ട്. ഡ്രഗ് ഡിറ്റക്ഷൻ കിറ്റുകൾ കൊടുത്തിട്ടുണ്ട്. കണ്ടെത്തുക വളരെ എളുപ്പമുള്ള കാര്യമല്ലല്ലോ. ഈ എക്സൈസ് ചെക്ക് പോസ്റ്റ് ഇല്ലാത്ത ചെക്ക് പോസ്റ്റുകൾ സ്ഥലങ്ങൾ അതിർത്തികളിലെല്ലാം കെമു, കേരള എക്സൈസ് മൊബൈൽ ഇൻ്റർവെൻഷൻ യൂണിറ്റ് എന്ന് പറഞ്ഞൊരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ സ്ട്രൈക്ക് ഫോഴ്സ് ഉണ്ട്, പോലീസിനുണ്ട്, എക്സൈസിനുണ്ട്. ഈ സംവിധാനങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഗണ്യമായിട്ട് പിടിക്കുന്നത്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആളെ പിടിക്കുന്ന സംസ്ഥാനമായിട്ട് കേരളം മാറിയത്. പിന്നെ പിടിക്കുക മാത്രമല്ല, ഇപ്പം നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ കാര്യക്ഷമമാക്കാൻ വേണ്ടിയിട്ടാണ് ക്രൈംബ്രാഞ്ച്, എക്സൈസ് ക്രൈംബ്രാഞ്ച് രൂപീകരിച്ചു. എക്സൈസിൻ്റെ കാര്യം നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. അതാണ് പറഞ്ഞത്. ക്രൈംബ്രാഞ്ച് ഈ കാലയളവിലാണ് രൂപീകരിച്ചത്. ക്രൈംബ്രാഞ്ച് വന്നതിൻ്റെ ഗുണമുണ്ടായി. ക്രൈംബ്രാഞ്ച് വന്നപ്പോൾ നമ്മുടെ കൺവിക്ഷൻ റേറ്റ് ഗണ്യമായിട്ട് കൂട്ടാൻ കഴിഞ്ഞു. അപ്പോൾ ആളെ അറസ്റ്റ് ചെയ്യുന്നു മാത്രമല്ല, അറസ്റ്റ് ചെയ്യുന്നവരിൽ ഏതാണ്ട് മുഴുവൻ ആളുകളും ശിക്ഷിക്കപ്പെടുന്നുണ്ട്. 98.19% കൺവിക്ഷൻ റേറ്റ്. ഇന്ത്യയിൽ ഏറ്റവും ഉയർന്നതാണ്. നാഷണൽ ആവറേജ് 78ആണ്. തൊട്ടടുത്ത സംസ്ഥാനങ്ങളുടെ നോക്കിയാൽ ആന്ധ്രയുടെ 25.6ഉം തെലങ്കാനയുടെ 25.4ഉമാണ്. നമ്മുടെ 4-1 ഉള്ളൂ. പിന്നെ ഭേദപ്പെട്ടൊന്ന് തമിഴ്നാടാണ്. 82-87 മറ്റോ തമിഴ്നാടുണ്ട്. നമുക്ക് കാര്യക്ഷമമായിട്ടത് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഒന്ന്, ഈ രാസലഹരിയുടെ പ്രത്യേകത കണ്ടെത്തുക വളരെ ദുഷ്കരമാണ്. ചെറിയ അളവിലാണ് കൊണ്ടുവരിക. പ്രത്യേകിച്ച് മറ്റ് മണോ ഒന്നും ഇതിനില്ലാത്തതുകൊണ്ട്. പിന്നെ പുറത്തുനിന്ന് ഇത് വരുമ്പോൾ ഇവിടെ തടയാനേ നമുക്ക് പറ്റും. അതേസമയം നമ്മൾ പിടിച്ച കേസുകളിൽ അതിന്ന് കിട്ടിയ വിവരം പിന്തുടർന്ന് പോയിട്ട് ചില കേസുകളിലെങ്കിലും നമുക്ക് സ്രോതസ്സുകളിലെത്താൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ കേരള എക്സൈസാണ് അൻഡമാൻ വരെ പോയത്. മഞ്ചേരിയിൽ നമ്മൾ അറസ്റ്റ് ചെയ്ത പ്രതികളിൽ നിന്ന് കിട്ടിയവരാണ്. അപ്പോൾ അതുവരെ അൻഡമാനിലെ ഏജൻസികൾക്ക് അങ്ങനൊരു വിവരമേ ഉണ്ടായിരുന്നില്ല. അൻഡമാൻ ഒരു പ്രധാന ഹബ്ബാണ്. കഴിഞ്ഞ വർഷം 1-1.5 വർഷം മുമ്പാണ് പ്രത്യേക അനുമതി കൊടുത്തവർ വിമാനത്തിൽ പോകണമെങ്കിലൊക്കെ വലിയ നടപടിക്രമമാണ്. അപ്പോൾ അതൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ അനുമതി കൊടുത്തു. നമ്മുടെ സംഘം അവിടെ പോയി 100 കോടി രൂപയുടെ മയക്കുമരുന്ന് ബങ്കറിൽ ഒളിപ്പിച്ചു വെച്ചത് കണ്ടെത്തി. പിന്നെ ബങ്കറിൽ നിന്ന് പുറത്തെടുക്കുക എളുപ്പമില്ലാതിരുന്നുകൊണ്ട് അതിനകത്ത് തന്നെ വെച്ച് നശിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആദ്യമായിട്ടാണ് അവർ അൻഡമാൻ അതോറിറ്റീസ് പറഞ്ഞത് പുറത്തു നിന്നൊരു ഏജൻസി ഈ അന്വേഷണമായിട്ട് ഇങ്ങനെ ഒരു അന്വേഷണമായി വരുന്നതും ഇതുപോലെ ഒരു കണ്ടെത്തൽ നടത്തുന്നതും ചെയ്തത്. നമ്മുടെ എക്സൈസാണ് പോയത്. കേരള പോലീസാണ്, തൃശ്ശൂർ പോലീസാണ് ഈ ഒരു പ്രതി അറസ്റ്റ് ചെയ്ത് ആ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോയി ഹൈദരാബാദിൽ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ പ്രവർത്തിക്കുന്ന ഒരു ബില്യനെയറെ അറസ്റ്റ് ചെയ്തത്. വലിയ ഫാക്ടറിയാണ്, രാസലഹരി ഉണ്ടാക്കുന്ന ഫാക്ടറിയാണ്. ഫിലിം പ്രൊഡ്യൂസറും ഒക്കെ ആയിട്ടുള്ള, ഞാൻ ആ പേര് മറന്നുപോയി, ഒരു ബില്യനെയറെ അറസ്റ്റ് ചെയ്തത് നമ്മുടെ പോലീസ് ആണ് പോയിട്ട്. അതുപോലെ
വളരെ കുപ്രസിദ്ധനായിട്ടുള്ള ഒരു മയക്കുമരുന്ന് കടത്തുകാരനെ തമിഴ്നാട്ടിൽ വെച്ച് സാഹസികമായിട്ട് കേരള എക്സൈസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി. നമ്മുടെ പരിധിക്കകത്ത് നിന്നുകൊണ്ട് കഴിയാവുന്നത്ര കേസുകളിൽ ഉറവിടം കണ്ടെത്താനൊക്കെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മയക്കുമരുന്നിനെതിരായ പോരാട്ടം ഇന്ത്യയിലെ എല്ലാ ഏജൻസികളും ഏകോപിച്ച് നടത്തേണ്ടതാണ്. അതിൽ കേന്ദ്ര സർക്കാർ അത്തരത്തിലുള്ള ഒരു ഏകോപനം ഉറപ്പുവരുത്തേണ്ട നടപടിയാണ് എടുക്കേണ്ടത്. ഏറ്റവും കൂടുതലായിട്ട് വരുന്ന സബ്സ്റ്റൻസ് ഏതാണ്? MDMA ആണ്. MDMA ആണ്. പിന്നെ മെറ്റാബെത്തമിൻ. ഇതില് കേരളത്തിലെ ഈ നെറ്റ്വർക്കിന്റെ ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കിയിട്ടുണ്ട്? ഇത് സ്കൂൾസ് കേന്ദ്രീകരിച്ചിട്ടാണോ? പ്രധാനമായിട്ട് കൗമാരക്കാരെയാണല്ലോ ഒരു ലക്ഷ്യം വെക്കുന്നത്. സ്കൂളുകൾ ഇവരൊരു ടാർഗറ്റാണ്. ഇപ്പം നമ്മൾ സ്കൂൾ പരിസരങ്ങളിൽ എക്സൈസിൻ്റെ പരിശോധന ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ സ്കൂളുകളിലും ജാഗ്രതാ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. എല്ലാ സ്കൂളുകളിലും ഉണ്ട്. പിന്നെ പോലീസിൻ്റെ പദ്ധതിയുണ്ട്, യോദ്ധാവ്. എക്സൈസിൻ്റെ പദ്ധതികൾ വേറെയുണ്ട്. കോളേജുകളിൽ നമ്മൾ നേർക്കൂട്ടം, അതുപോലെ ശ്രദ്ധ, ഹോസ്റ്റലിനും കോളേജിനും പ്രത്യേകം പദ്ധതികളുണ്ട്. അപ്പോൾ ഈ പ്രവർത്തനങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇത്രത്തോളം തടഞ്ഞു നിർത്താൻ കഴിയുന്നത്. നമ്മൾ കാണേണ്ട ഇപ്പോഴും ഇന്ത്യയിലെ ഏറ്റവും ഈ സബ്സ്റ്റൻസ് അബ്യൂസിൻ്റെ കാര്യത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ കേരളം വരില്ല. ഏറ്റവും മുന്നിലല്ല കേരളം, ഏറ്റവും പിന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ തന്നെയാണ് കേരളം ഉള്ളത്. പക്ഷേ നമ്മുടെ കഴിഞ്ഞ കാലത്തേതിനേക്കാൾ ഇവിടെ ഗണ്യമായിട്ട് കൂടിയിട്ടുണ്ട് എന്നുള്ളത് നമ്മളതിൽ ആശ്വസിച്ചിരിക്കുകയല്ല. നമ്മളെക്കാൾ മുമ്പിൽ ഒരുപാട് പേരുണ്ട് എന്നതുകൊണ്ട് ആശ്വസിച്ചിരിക്കുകയല്ല. ഇവിടുത്തെ സ്ഥിതി നേരത്തെ ഉള്ളതിനേക്കാൾ കൂടിയിട്ടുണ്ട് എന്ന് നമ്മൾ ഗൗരവത്തോടെ തന്നെയാണ് കാണുന്നത്. ഈ ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള ബ്രൂട്ടൽ ക്രൈംസ് നമുക്ക് വളരെ കൂടുതലുണ്ട്. കഴിഞ്ഞ ദിവസം അസംബ്ലിയിൽ തന്നെ ചർച്ചയ്ക്ക് വന്നതാണ്. അതെ, അതെങ്ങനെ അതിനൊരു സോഷ്യൽ ആസ്പെക്ട്? അല്ല, ഡ്രഗ് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമുണ്ടല്ലോ. ഡ്രഗ് ഉപയോഗിക്കുമ്പോൾ ഒന്നാമത് സ്വബോധം നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. പിന്നെ അതൊരു മനോരോഗത്തിലേക്ക് എത്തിക്കുന്നുണ്ടല്ലോ. തുടർച്ചയായിട്ടുള്ള മയക്കുമരുന്ന് ഉപയോഗത്തിനടിമപ്പെട്ട ആളുകൾ, ലഹരിക്കടിമപ്പെട്ട ആളുകൾ മനോരോഗികൾ കൂടിയാണല്ലോ. ആ പ്രശ്നമൊക്കെ ഈ ക്രൈമിന് കാരണമാവുന്നുണ്ട്. ഒപ്പം എന്നാൽ ക്രൈമിൻ്റെ ഏക കാരണം ഇത് മാത്രമല്ല, അത് നമ്മൾ കാണണം. ഡ്രഗ് ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. ഭയങ്കര ബ്രൂട്ടലായിട്ടുള്ള ക്രൈമും വയലൻസും ഒക്കെ ഉണ്ടാകുന്നു. എന്നാൽ വയലൻസ് തന്നെ ഒരു ലഹരിയായിട്ട് മാറുന്നുണ്ട്. വയലൻസും ലഹരിയും ചേർന്ന കോമ്പിനേഷൻ വളരെ മാരകമാവും. ലഹരി പോലെ വയലൻസ് ഒരു ലഹരിയായിട്ട് മാറുന്നുണ്ട്. അപ്പം അതാ സിനിമയ്ക്ക് റോളുണ്ട്, വെബ് സീരീസുകൾക്ക് റോളുണ്ട്, സോഷ്യൽ മീഡിയയ്ക്ക് റോളുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വാട്സാപ്പിൽ കിട്ടില്ലേ ബ്രൂട്ടലായിട്ടുള്ള ആക്രമണങ്ങളുടെയൊക്കെ ദൃശ്യങ്ങൾ കിട്ടുന്നു. ആളെ തലവെട്ടിക്കൊല്ലുന്നതിൻ്റെ കിട്ടുന്നു, അല്ലെങ്കിൽ മറ്റേ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ആൾക്കൂട്ടാക്രമണങ്ങളുടെയും ഒരു മനുഷ്യനെ നിരവധി ആളുകൾ ചേർന്ന് തല്ലിക്കൊല്ലുന്നതിൻ്റെയൊക്കെ വീഡിയോ ഇങ്ങനെ കയ്യിൽ വരികയല്ലേ. ചിലത് നമ്മൾ അറിയാതെ ഓൺ ചെയ്ത് പോയാലാണല്ലോ ഇതായി പോകുന്നത്. അപ്പോൾ ഇത് കണ്ട് മരവിച്ചിട്ട് ഇതൊരു പ്രശ്നമല്ലാതായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് അത്, പിന്നെ സിനിമകളിലൊക്കെ നടക്കുന്നതൊരു സെലിബ്രേഷൻ ഓഫ് വയലൻസ് എന്ന് നമുക്ക് പറയാം. നോർമലൈസ് ചെയ്യുന്നു. സെലിബ്രേഷനുണ്ട്, ഗ്ലോറിഫിക്കേഷനും നടക്കുന്നുണ്ട്, വയലൻസിൻ്റെ ഗ്ലോറിഫിക്കേഷനും നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം അടിച്ചു തീർക്കാം, കൊന്നു തീർക്കാം എന്നൊരു മനോഭാവം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അത് കുട്ടികളുടെ ഇടയിൽ അതാണ് ഇപ്പോൾ കാണുന്നത്. ഒരു കാലത്ത് പറയുന്നത് ക്യാമ്പസ് രാഷ്ട്രീയമാണ് അക്രമത്തിൻ്റെ കാരണം. ഞങ്ങളെല്ലാം വിദ്യാർത്ഥി നേതാക്കളായിരുന്ന കാലത്ത് ഒരുപാട് പഴി കേട്ടതും മറുപടി പറഞ്ഞതുമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം അസംബ്ലിയിൽ ഇത് പറഞ്ഞു. അന്ന് അക്രമങ്ങളുണ്ടായിരുന്നു, പക്ഷേ ഈ അക്രമങ്ങളെ ഒരു എന്താ പറയുക, ഗ്ലോറിഫൈ ചെയ്യുന്ന സ്ഥിതി ഉണ്ടായിരുന്നില്ല, സെലിബ്രേറ്റ് ചെയ്യുന്ന സ്ഥിതി ഉണ്ടായിരുന്നില്ല. അക്രമങ്ങളെ തള്ളിപ്പറഞ്ഞിരുന്നു. ഏത് സംഘടനയ്ക്കും അതിനെ തള്ളിപ്പറയേണ്ടി വന്നിരുന്നു. അക്രമത്തിൽ ഏർപ്പെട്ടാൽ പോലും ഒന്നുകിൽ ഞങ്ങളുടെ ആളുകളല്ല എന്ന് പറയും, അല്ലെങ്കിൽ ഞങ്ങൾ നടപടി എടുക്കുന്നൊക്കെ പറയും. കാരണം അങ്ങനെ ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ട്. ഒരു സംഘടനയ്ക്കൊരു അക്കൗണ്ടബിലിറ്റി ഉണ്ട്. നിങ്ങൾക്കൊരു സംഘടനയോട് ചോദിക്കാം, നിങ്ങളുടെ ആൾക്കാരല്ലേ ഇത് ചെയ്തത്, നിങ്ങൾ അക്രമികളല്ലേ എന്നൊക്കെ അവരെ കുറ്റപ്പെടുത്താൻ അവർക്ക് മറുപടി പറയാൻ ബാധ്യതയുണ്ട്. ഇവിടെ ആരെ കുറ്റപ്പെടുത്തും, ആർക്കും മറുപടി പറയാൻ ബാധ്യതയുണ്ട്. ആൾക്കൂട്ടം തന്നെ അക്രമം നടത്തുകയല്ലേ. അപ്പോൾ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിനെതിരെ പ്രചരണം നടത്തുകയും എഴുതുകയും ചെയ്തവർക്ക് കൂടി ഇക്കാര്യത്തിൽ ഒരു ഉത്തരവാദിത്തമുണ്ട്, പങ്കുണ്ടെന്ന് ഞാൻ പറയില്ല, ഒരു ഉത്തരവാദിത്തമുണ്ട്. അന്ന് ഞങ്ങളൊക്കെ ഇത് മുന്നറിയിപ്പ് നൽകിയതാണ്. വിദ്യാർത്ഥി സംഘടനകൾ ദുർബലമായാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന മുന്നറിയിപ്പ് നൽകി ഞാൻ അനേകം പ്രസംഗിക്കുകയും എഴുതുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. പ്രത്യേകിച്ച് സോജൻ ഫ്രാൻസിസ് കേസിലെ കോടതി വിധിയൊക്കെ വന്ന സമയത്ത് ഇതാണ് സംഭവിക്കാൻ പോകുന്നത് എന്നത്. അതിപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ സംഭവിക്കുകയാണ്. റാഗിങ് എങ്ങനെയാണ് കേരളത്തിലെ കോളേജുകളിൽ റാഗിങ് ഇല്ലാതായത്? വിദ്യാർത്ഥി സംഘടനകൾ ശക്തിപ്പെട്ടപ്പോഴാണ്. പ്രത്യേകിച്ച് SFI പോലുള്ള സംഘടനകളൊക്കെ ശക്തിപ്പെട്ടപ്പോഴാണ് അതില്ലാതായത്.
അപ്പം അന്ന് പ്രചരണം രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരം ഉണ്ടാകുന്നു. ഇപ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ രാഷ്ട്രീയത്തിൻ്റെ ശൂന്യതയാണ്. വിദ്യാർത്ഥി സംഘടനകൾക്ക് തന്നെ പലപ്പോഴും രാഷ്ട്രീയം ഇല്ലാതാവുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അപ്പോൾ ഇതിനെ നമ്മൾ ആ നിലയിൽ അതിൻ്റെ ഒരു സാമൂഹികമായിട്ടുള്ള മാനം ഒക്കെ കണ്ട് മനഃശാസ്ത്രപരമായിട്ടൊരു വശമുണ്ട്. അങ്ങനെ സമഗ്രതയിൽ സമീപിക്കേണ്ട ഒരു പ്രശ്നമാണത്. അതുകൊണ്ട് കേവലം അക്രമം സമം ലഹരി ഒരു സമവാക്യത്തിൽ എത്തിച്ചേരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ രോഗലക്ഷണങ്ങളാണ്. രോഗാതുരമായിട്ടുള്ള ഒരു സമൂഹത്തിൻ്റെ ലക്ഷണമാണ് ലഹരിയിൽ അഭയം പ്രാപിക്കുന്നു, അക്രമത്തെ മഹത്വവൽക്കരിക്കുന്നു, അക്രമത്തെ ആഘോഷമാക്കി മാറ്റുന്നു. ഇതെല്ലാം മറ്റൊന്നിൻ്റെ കാരണമല്ല. ഇതെല്ലാം രോഗലക്ഷണങ്ങളാണ്. സമൂഹം രോഗാതുരമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം.